എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവരുടെയും പഠിത്തമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കിണ്ണം കാച്ചിയായിട്ട് പോകുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യുക, ബ്രേക്ക് കൊടുക്കരുത്. വരാൻ പോകുന്ന പരീക്ഷകൾ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ റാങ്കുകൾ ആരായിരിക്കണം? നിങ്ങളായിരിക്കണം. ആ ഒരു വാശി, ആ ഒരു സ്പിരിറ്റ് കത്തിക്കുക നിങ്ങൾ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. കിണ്ണം കാച്ചി ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചെടുക്കാൻ പറ്റും. എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്. സോ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 1940 പള്ളിവാസൽ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. 1940 പള്ളിവാസൽ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. ഏതോ നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, 1940 മുതിരപ്പുഴ ഇടുക്കി. ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജലവൈദ്യുത പദ്ധതിയായി അതിൽ നിന്ന് കുറേ വെള്ളം എന്ത് ചെയ്യും? പുറന്തള്ളും. ഈ പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. സോ പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ആരാ? കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. 1954 ചെങ്കുളം പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. ഈ ചെങ്കുളം പ്രോജക്റ്റ് ഏതു നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴയിലാണ്, ഇടുക്കിയിലാണ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യനുകൾ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, 1940 മുതിരപ്പുഴ ഇടുക്കി. ദെൻ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. 1954 മുതിരപ്പുഴ ഇടുക്കി. നെക്സ്റ്റ് വൺ, മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. 1972 കുറ്റ്യാടി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. ഏതു നദിയിലാണ്? കുറ്റ്യാടിപ്പുഴയിലാണ്. ജില്ല ഏതാണ്? കോഴിക്കോടാണ്. സോ ഈ കുറ്റ്യാടി പ്രോജക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എങ്ങനെയുണ്ട്? കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ജലവൈദ്യുത പദ്ധതിയും ഏത് തന്നെയാണ്? ഈ കുറ്റ്യാടിയാണ്. സോ മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, 1972 കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. ഇനി മനസ്സിലാക്കുക, കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി PSCക്ക് നാണം ഉണ്ടെങ്കിൽ ഇനി ചോദിക്കത്തില്ല, അത്രമാത്രം തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. 1994 പമ്പ, പത്തനംതിട്ട. 1994 കമ്മീഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഏതു നദിയിലാണ്? പമ്പയിലാണ്. കറക്റ്റ് പറഞ്ഞാൽ കക്കട്ടയാറിലാണ്. കക്കട്ടയാർ. ഓക്കെ, നമ്മുടെ പമ്പ റിവർ സിസ്റ്റത്തിൽ വരുന്ന കക്കട്ടയാറിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഏതു ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ, 1994 പമ്പ, പത്തനംതിട്ട. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ, 2001 പന്നിയാർ, ഇടുക്കി. ഇനി രാജാക്കാട് ഭാഗത്താണ് ഈ കുത്തുങ്കൽ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യനുകൾ, എപ്പോഴും ആവർത്തിക്കുന്ന 5 ക്വസ്റ്റ്യനുകൾ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം, മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ്. 1929 തിരുവനന്തപുരം നഗരം എന്ത് ചെയ്തത്? വൈദ്യുതീകരിച്ചത്. സോ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം, വർഷം 1929. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടിയാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയാണ്. ക്വസ്റ്റൻ എന്താണ്? എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച, കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടി, പാലക്കാട്. എന്നാൽ കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച നിയമസഭാ മണ്ഡലം. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച നിയമസഭാ മണ്ഡലം മങ്കട, മലപ്പുറം. ദെൻ കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല പാലക്കാട്, വർഷം 2010 ഫെബ്രുവരി 10 പാലക്കാട് ജില്ലയെ സമ്പൂർണമായിട്ട് വൈദ്യുതീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. 5 ക്വസ്റ്റ്യനുകൾ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടി.
നിയമസഭാ മണ്ഡലം മങ്കട, മലപ്പുറം. ദെൻ ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ല പാലക്കാട്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ അല്ല മറിച്ച് ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മാങ്കുളം ഇടുക്കി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത് മീൻവല്ലമൊക്കെയാണ് ചാടി ഓടി വരുന്നത്. അതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മാങ്കുളം ഇടുക്കി. എന്നാൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മീൻവല്ലമാണ്. ഓക്കെ, മീൻവല്ലം. സോ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. ഈ മീൻവല്ലം പ്രോജക്റ്റ് ഏതു നദിയിലാണ്? തൂതപ്പുഴയിലാണ്. മീൻവല്ലം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്, പാലക്കാട് ജില്ലയിലാണ്. ഈ തൂതപ്പുഴ ഓപ്ഷനകത്തില്ലെങ്കിൽ ഓപ്ഷനകത്ത് തുപ്പനാട് പുഴ കാണും. അതായത് തൂതപ്പുഴയുടെ പോഷക നദിയാണ് തുപ്പനാട് പുഴ. ഓക്കെയാണ്, നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ കാണുന്നത് നമ്മുടെ നീലഗിരിയാണെന്ന് സങ്കല്പിക്കുക. നീലഗിരി. സോ നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുന്തിപ്പുഴ. മാത്രമല്ല സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി അതും ആരാണ്? കുന്തിപ്പുഴയാണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴയാണ്. ഓർത്തിരിക്കുക, കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. തൂതപ്പുഴ ആരുടെ പോഷക നദിയാ? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ തൂതപ്പുഴയുടെ പോഷക നദിയാണ് നമ്മുടെ തുപ്പനാട് പുഴ. ഈ തുപ്പനാട് പുഴയിലാണ് ഏത് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മീൻവല്ലം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകിൽ ഓപ്ഷനകത്ത് തുപ്പനാട് പുഴ കാണും, അല്ലെങ്കിൽ ഓപ്ഷനകത്ത് തൂതപ്പുഴ കാണും. ക്ലിയർ അല്ലേ? അവിടെ നമ്മൾ ഈ കുന്തിപ്പുഴ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, വിവാദമായ പാത്രക്കടവ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഏതു നദിയിലാണ് KSEB പ്ലാൻ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയിലാണ് കേട്ടോ. സോ വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി KSEB പ്ലാൻ ചെയ്തിരുന്നത് ഏതു നദിയിലാണ്? കുന്തിപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. മാത്രമല്ല പൊതുജന പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അതുമാരാണ്? മീൻവല്ലമാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യനുകൾ. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. ദെൻ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരേ ഒരു കോർപ്പറേഷൻ. തൃശ്ശൂറാണ്. ഓക്കെ, തൃശ്ശൂർ. എന്നാൽ കേരളത്തിൽ KSEB വൈദ്യുതി വിതരണം ചെയ്യാത്ത 2 സ്ഥലങ്ങളാണ്. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനും രണ്ടാമത്തേത് കണ്ണൻ ദേവൻ ഹിൽസ് ആണ്. ഇടുക്കി. നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ KSEBയുടെ ഒക്കെ ബില്ലടയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, തൃശ്ശൂർ കോർപ്പറേഷൻ, കണ്ണൻ ദേവൻ ഹിൽസ്. സോ കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനും രണ്ടാമത്തേത് കണ്ണൻ ദേവൻ ഹിൽസ്, ഇടുക്കി. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആരാ? അത് ഇടുക്കിയാണ്. ചേക്കില മയിൽക്കുറ്റിക്ക് വരെ എന്ത് ചെയ്യാം? ആൻസർ അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. സ്ഥാപിത ശേഷി എത്രയാ? 780 മെഗാവാട്ടാണ് സ്ഥാപിത ശേഷി. 780 മെഗാവാട്ട് എന്ന് വെച്ചാൽ 130 മെഗാവാട്ടിൻ്റെ 6 ടർബൈനാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇനി മനസ്സിലാക്കാം, ഇടുക്കി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. എവിടെയാണത്? മൂലമറ്റത്താണ്. നിലയം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ജലം എടുക്കുന്നത് അതിനെ പദ്ധതി എന്ന് പറയും. എവിടെയാണോ ടർബൈൻ ഇരുന്ന് കറങ്ങുന്നത് അതിന് നമുക്ക് എന്ത് പറയാം? നിലയം എന്ന് പറയാം. സോ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം അതും ആരാണ്? മൂലമറ്റമാണ്. സോ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ദെൻ ഇടുക്കി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ്. ഏതു ജില്ലയിൽ തന്നെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്.
നെക്സ്റ്റ് വൺ, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം. ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം 1975 ആണ്. 1975 ഒക്ടോബർ 4 ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. 1975 ഒക്ടോബർ 4 ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. എന്നാൽ ഇടുക്കി പ്രോജക്റ്റ് ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്തത് 1976 ഫെബ്രുവരി 12 1976 ഫെബ്രുവരി 12 ഇടുക്കി പ്രോജക്റ്റ് ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്തു. 3 ഡാമുകൾ ചേർന്നാണ് ഇടുക്കി പദ്ധതി. ഒന്നാമത്തേത് ഇടുക്കി ഡാം. 2 ചെറുതോണി ഡാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം. 3 കുളമാവ് ഡാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഈ 3 ഡാമുകളാണ് ഇടുക്കി പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്നത്. ദെൻ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇടുക്കി പദ്ധതി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ കാനഡയാണ്. കാനഡയുമായി സഹകരിച്ചാണ് ഇടുക്കി പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ KSEBയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത് ആരാണ്? കാനഡയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി പ്രോജക്റ്റ് ഏത് രാജ്യവുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാനഡയുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടുക്കി ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ആരാ? അത് ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ആർച്ച് ഡാം എന്ന് വെച്ചാൽ ഇങ്ങനെ ഷേപ്പിൽ വളഞ്ഞിരിക്കത്തില്ലേ, ആർച്ചിൻ്റെ ഷേപ്പിലിരിക്കുന്ന ആ ഡാമാണ്. സോ ഏഷ്യയിലെ തന്നെ ആദ്യ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഏതാണ്? ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമും ഏതാണ്? ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൻ്റെ ഉയരം വന്നിട്ട് 169 മീറ്ററാണ്. 169 മീറ്ററാണ് ഇടുക്കി ഡാമിൻ്റെ ഹൈറ്റ് വരുന്നത്. ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 555 ഫീറ്റാണ്. 555 ഫീറ്റ്. ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് വൺ, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ. ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി. ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് മലങ്കര ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. സോ ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി മലങ്കര ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് ഏതു നദിയിലാണ്? തൊടുപുഴയിലാണ്. തൊടുപുഴ മൂവാറ്റുപുഴയുടെ പോഷക നദിയാണ് കേട്ടോ. സോ ചിലപ്പോൾ തൊടുപുഴയ്ക്ക് പകരമാരായിരിക്കും മൂവാറ്റുപുഴയായിരിക്കും തന്നേക്ക്, എന്തെങ്കിലും എന്ത് ചെയ്യുക, അതങ്ങ് ചൂസ് ചെയ്യുക. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇടുക്കി പ്രോജക്റ്റിനെ കുറിച്ച് ഓർക്കാനുള്ളത്. സെറ്റാണ്. നെക്സ്റ്റ് വൺ, അടുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. സോ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ഈ ശബരിഗിരി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, പമ്പ, പത്തനംതിട്ട. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് 2 നദികൾ. ഒന്നാമത്തേത് പമ്പ, രണ്ടാമത്തേത് പമ്പയുടെ പോഷക നദിയായ കക്കി. കക്കി. ഈ 2 നദിയിൽ നിന്നും എന്ത് ചെയ്യും? ജലമെടുക്കും. 2 നദികളുടെ ജലമാണ് ഈ ശബരിഗിരി പ്രോജക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നദികളിലെ ഡാമുകൾ കെട്ടിയിട്ട് ആ ഡാമിൽ നിന്ന് വെള്ളം നേരെ എങ്ങോട്ട് കൊണ്ടുവരും? മൂഴിയാറിലേക്ക് കൊണ്ടുവരും. മൂഴിയാർ ഹൈഡ്രോ പവർ പ്ലാന്റിലേക്ക് കൊണ്ടുവരും. ടർബൈൻ ഇരിക്കുന്ന എവിടെയാണ്? മൂഴിയാറിലാണ്. അപ്പോൾ ഏതെല്ലാം നദികളിലെ ജലമാണ് ശബരിഗിരി പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്നത്? ഒന്ന് പമ്പയാണ്, രണ്ടാമത്തേത് കക്കിയാണ്. സോ ശബരിഗിരി പവർ പ്രോജക്റ്റിൻ്റെ നിലയം സ്ഥിതി ചെയ്യുന്നത്, ശബരിഗിരി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലെ തന്നെ മൂഴിയാറിലാണ്. നിങ്ങൾ ഗവിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണാൻ പറ്റും. മാത്രമല്ല അതിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈനൊക്കെ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ സൗണ്ടൊക്കെ ഇങ്ങനെ കൂന്നും പറഞ്ഞ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആ സാധനം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, പമ്പ, പത്തനംതിട്ട. 2 നദികൾ പമ്പ പിന്നെ കക്കി. നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മൂഴിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1967 ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരിയാണ് ഇതിന് എന്ത് ചെയ്തത്? കമ്മീഷൻ ചെയ്തത്. VV ഗിരിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ക്ലിയറാണ്. നെക്സ്റ്റ് വൺ, അടുത്ത്. KSEB നിലവിൽ വന്നത് 1957 മാർച്ച് 31. 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നു. 1957 മാർച്ച് 31. ഇനി നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. ഇനി കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ആരാ? അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി അതുമാരാണ്? പെരിയാറാണ്.
കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി അതുമാരാണ്, പെരിയാറാണ്. ഈ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ, പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്നാമത്തേത് പള്ളിവാസലാണ്. ഫസ്റ്റ് വൺ പള്ളിവാസൽ. കാര്യം മുതിരപ്പുഴയൊക്കെ പെരിയാർ റിവർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് പള്ളിവാസൽ, രണ്ടാമത്തേത് പന്നിയാർ, പള്ളിവാസൽ പന്നിയാർ, മൂന്നാമത്തേത് ചെങ്കുളം, 4 നേര്യമംഗലം, പിന്നെ ലോവർ പെരിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇതെല്ലാം തന്നെ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ആണ്. പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം, നേര്യമംഗലം, പിന്നെ ലോവർ പെരിയാർ, ഇടുക്കിയെല്ലാം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറയാണ്. അതായത് ഒരു കനാലിൽ നിന്ന് ഹൈഡ്രോ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് നിലവിൽ വരുന്നത് കമ്പാലത്തറയാണ്, പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറ. ഇതെനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. അതായത് ഇത് കമ്മീഷൻ ചെയ്തോ? കാര്യം ഞാൻ നെറ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ജസ്റ്റ് ആ ഭാഗത്തുള്ള ആൾക്കാർ ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അതെനിക്കൊരു ഹെൽപ്പായിരിക്കും. കാര്യം ഒരു ഡൗട്ടുണ്ട്, കമ്മീഷൻ ചെയ്തോ അതോ അണ്ടർ ഗോയിങ് ആണോ, നിലവിലുണ്ടോ, തമ്പുരാന് മാത്രമേ അറിയാവൂ. ഓക്കെ, സോ കേരളത്തിലാദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറയാണ്, പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറ. നെക്സ്റ്റ് വൺ, ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ KSEB ഒരുക്കുന്ന സംവിധാനമാണ് ക്ലൗഡ് ടെലഫോൺ. ഓക്കെ, ക്ലൗഡ് ടെലഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം KSEB എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് നമുക്കിനി കേരളത്തിലെ മേജറായിട്ടുള്ള ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ നോക്കാം. അതായത് കേരളത്തിലാകെ ഒരു 38 ഹൈഡ്രോ പവർ പ്രോജക്ട്സ് മൊത്തത്തിലുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഹൈഡ്രോ പവർ പ്രോജക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഒന്ന് ഇടുക്കിയാണ്. സോ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഏതു ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ, ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പമ്പ, പത്തനംതിട്ട. നെക്സ്റ്റ് വൺ, കക്കാട് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പമ്പ, പത്തനംതിട്ട. അപ്പോൾ ഇടുക്കി, പെരിയാർ, ഇടുക്കി, ശബരിഗിരി, പമ്പ, പത്തനംതിട്ട. കക്കാട് പ്രോജക്റ്റ് പമ്പ, പത്തനംതിട്ട. പള്ളിവാസൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി. ഈ പള്ളിവാസലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ കുറേ കാലം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പള്ളിവാസൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി. ദെൻ ചെങ്കുളം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി, ചെങ്കുളം, മുതിരപ്പുഴ, ഇടുക്കി. പന്നിയാർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പന്നിയാർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പന്നിയാറിൽ തന്നെയാണ്, ഇടുക്കി. ദെൻ മാട്ടുപ്പെട്ടി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ, ഇടുക്കി. മാട്ടുപ്പെട്ടി പ്രോജക്റ്റ് എവിടെ? പെരിയാർ, ഇടുക്കി. ദെൻ കുത്തുങ്കൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ, ഇടുക്കി. കുത്തുങ്കൽ, പെരിയാർ, ഇടുക്കി. നേര്യമംഗലം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി. സോ നേര്യമംഗലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുതിരപ്പുഴ, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അത് നേര്യമംഗലമാണ്. നേര്യമംഗലം, കേരളത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലം, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. പക്ഷേ ഡാം എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. അപ്പോൾ നേര്യമംഗലം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി. ലോവർ പെരിയാർ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ, ഇടുക്കി. ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇടമലയാർ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇടമലയാറിലാണ്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ ഡാം. ഭൂതത്താൻ ഗേറ്റ് ഡാം, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത് ഷോളയാർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. ഷോളയാർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. ദെൻ പെരിങ്ങൽകൂത്ത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. ഷോളയാർ, ചാലക്കുടി പുഴ, തൃശ്ശൂർ. പെരിങ്ങൽകൂത്ത്, ചാലക്കുടി പുഴ, തൃശ്ശൂർ. ദെൻ കുറ്റ്യാടി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി പുഴ, കോഴിക്കോട്. കുറ്റ്യാടി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുറ്റ്യാടി പുഴ, കോഴിക്കോട്. ദെൻ ഉറുമി ജലവൈദ്യുത പദ്ധതി, ഒരു മേജർ പ്രോജക്റ്റ് അല്ല ഇത്. ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇരുവഞ്ഞിപ്പുഴയിലാണ്. ഇരുവഞ്ഞിപ്പുഴ, നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീനിലൊക്കെ പരാമർശിക്കുന്നില്ലേ, ഇരുവഞ്ഞിപ്പുഴ, കോഴിക്കോട്. ഈ ഉറുമി പ്രോജക്റ്റ്, ഉറുമി 1ഉം ഉറുമി 2ഉം ഒക്കെ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് നിർമ്മിച്ചത്? ചൈനയുമായിട്ട് സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് രാജ്യവുമായിട്ട് സഹകരിച്ച് നിർമ്മിച്ചിരിക്കുന്നത്? ചൈനയുമായിട്ട് സഹകരിച്ചാണ് ഉറുമി പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചോ, ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് പോവുക, നന്നായിട്ട് വർക്ക് ചെയ്യാം. അടുത്ത വർഷം നമുക്ക് ജോലിക്ക് കയറണം. ആ രീതിക്ക് എന്ത് ചെയ്യുക, പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ഇതിൻ്റെ നോട്ട്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്തേക്കാം, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അതിനകത്ത് ഇതിൻ്റെ ഫുൾ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എഴുതിയെടുക്കേണ്ട ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.